നമസ്കാരം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുവാനുള്ള സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസവും സമാധാനവും ഒരുപക്ഷെ ഒരു 6 മാസത്തേക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യാം എന്ന ധാരണയോടുകൂടി പുതിയതായിട്ടുള്ള ചുമതലകളെല്ലാം ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഠിന പ്രയത്നത്താൽ കഴിഞ്ഞ മാസം പൂർത്തീകരിക്കേണ്ടതായുള്ള പദ്ധതികളെല്ലാം തന്നെ ഈ ഒരു മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണവും കീഴ് ജീവനക്കാരുടെ അകമഴിഞ്ഞ പ്രവർത്തന ശേഷിയും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പരീക്ഷകളിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. സ്വഭാവവിശേഷത്താൽ ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ സാധ്യത കാണുന്നുണ്ട്. വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരതാമസത്തിനൊരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ എല്ലാവിധത്തിലുള്ള മത്സരങ്ങളിലും അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടവരും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും യോഗം കാണുന്നതുമുണ്ട്. ജീവിത നിലവാരം മെച്ചപ്പെട്ടു വരുന്നതിനാൽ ഒരുപക്ഷെ കൂടുതൽ സൗകര്യമുള്ളൊരു ഗൃഹം വാങ്ങിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സകുടുംബം അന്വേഷണം ആരംഭിക്കുവാനും സാധ്യതയുണ്ട്. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പലവിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. കഫ, നീർദോഷ, പ്രമേഹ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുകയും മറ്റു ചിലർക്ക് മൂത്രാശയ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുന്നത് വഴി പ്രകൃതി ജീവന ഔഷധ രീതികളെല്ലാം അവലംബിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അർത്ഥശൂന്യമായിട്ടുള്ള പലവിധത്തിലുള്ള ചിന്തകളും മനസ്സിൽ വന്നു ചേരുമെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിക്കാനുള്ളൊരു ആത്മവിശ്വാസവും ആത്മധൈര്യവും അതിലുപരി ആധ്യാത്മിക ചിന്തകളും പ്രഭാഷണങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള സാധ്യത കാണുന്നു. വൈദഗ്ധ്യമായിട്ടുള്ള വിഷയങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ സൽകീർത്തിക്കും സജ്ജനപ്രീതിക്കും യോഗം കാണുന്നുണ്ട്. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇതരമായിട്ടുള്ള ചികിത്സാ രീതികൾ, ഹോമിയോ, പ്രകൃതി ചികിത്സ, യോഗ, അതേപോലെ തന്നെ ആയുർവേദ ചികിത്സ ഇവയൊക്കെ തന്നെ അതിനൊരു പരീക്ഷിക്കാനുള്ള അവസരത്തെ പോലും വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. നീതിന്യായങ്ങൾ നടപ്പിലാക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. വർഷങ്ങൾക്ക് മുമ്പ് വിൽപ്പന ചെയ്ത ഭൂമി തിരികെ വാങ്ങുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടവരും. ജൂൺ മാസം മുതൽ ഒരു കൊല്ലത്തേക്ക് ഒരുപക്ഷെ 2 വർഷവും സാമ്പത്തികമായുള്ള മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, കൂടുതൽ നിയന്ത്രണം വേണം എന്ന നിർദ്ദേശങ്ങൾ സർവാത്മന സ്വീകരിക്കുക തന്നെ ആയിരിക്കും ഏറ്റവും നന്നാവുക. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനിയുള്ള 2 വർഷം പ്രത്യേകിച്ചും ജോലി ഉപേക്ഷിക്കുക, ബിസിനസ്സിൽ കൂടുതൽ പണം മുതൽ മുടക്കുക എന്നിവയൊക്കെ തന്നെ തൽക്കാലത്തേക്ക് ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും അതിനൊരു തീരുമാനം ഈ ഒരു ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുവാനും ഇടയുണ്ട്. ഭരണ സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരുവാനിടയുണ്ട്. മറ്റുള്ളവരുടെ ഉയർച്ചയിലും സാമ്പത്തികമായുള്ള നേട്ടത്തിലും സ്ഥാനമാനങ്ങൾക്കൊക്കെ തന്നെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും.
ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സജീവമായി പ്രവർത്തിക്കാൻ സാധ്യത കാണുന്നുണ്ട്. ചർച്ചകളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ഗഹനമായുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പാഠ്യപദ്ധതിയുടെ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാൻ യോഗം കാണുന്നുണ്ട്. ബന്ധുമിത്രാദികൾ വിരുന്നു വരുവാനും അവരോടൊപ്പം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും സാധ്യതയുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് തീർത്തും അവിചാരിതമായിട്ട് അവസരങ്ങൾ വന്നു ചേരുന്നത് വിനിയോഗിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. കൃഷിവിളകളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കുന്നത് വഴി ഈ ഒരു പാത തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യതയുണ്ട്. വിലപ്പെട്ട സമയം പാഴാക്കുന്ന മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാനായിട്ട് സുഹൃത്ത് സഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതാണ് ഈ ഏപ്രിൽ മാസത്തിലെ മകയിര നക്ഷത്രം ജനിച്ചവരുടെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ കർമ്മമണ്ഡലങ്ങൾ വിപുലീകരിക്കണമോ എന്ന വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനി കൂടുതൽ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു നേട്ടമൊന്നും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു ധ്രുവീകരണം അവലംബിക്കാൻ അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ ഒരു പുതിയ ഭരണ സംവിധാനം ഇതിന് അവലംബിക്കുന്നത് ഗുണകരമായി തീരുവാൻ തന്നെയാണ് യോഗമുള്ളത്. ഗൃഹപ്രവേശന കർമ്മം മംഗളകരമാക്കി തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സച്ചിന്തകളാൽ എല്ലാവിധത്തിലുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും പരീക്ഷകളിലെല്ലാം തന്നെ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കുവാനും സാധ്യതയുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സ്വന്തം ചുമതലകൾ ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ സുഹൃത്തിൻ്റെ ജോലികൾ പോലും മാർച്ച് മാസത്തിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് സഹായിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാൻ അവസരമുണ്ടായിത്തീരും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായിട്ടുള്ള തീരുമാനം സ്വീകരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ ഏർപ്പെടുവാനും അനുകൂലമായിട്ടുള്ള വിധത്തിൽ അവതരിപ്പിക്കുവാനും വിജയം കൈവരിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് വികസിത രാഷ്ട്രത്തിൽ പ്രവേശനം ലഭിക്കുന്നത് വഴി 2 മാസത്തിനുള്ളിൽ തന്നെ വിദേശത്തേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശം സ്വീകരിക്കാനുള്ള അവസരമുണ്ടായിത്തീരും. പലപ്പോഴും വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് പോലും വഴിയൊരുക്കും. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കാൻ പോലും സാധ്യതയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. പുതിയ കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള ലാഭം കുറവുള്ള കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കരുത്. അഥവാ 2024 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളിലായാലും പരാജയം സംഭവിക്കുവാൻ ഇടയുണ്ട്. എന്നാൽ 2025 ജൂൺ മാസത്തിന് ശേഷം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന ദീർഘകാല പദ്ധതികളാണെങ്കിൽ ഏറ്റെടുക്കാവുന്നതാണ്. അതിൽ തീർച്ചയായിട്ടും അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനും സാധ്യതയുണ്ട്. പലപ്പോഴും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ സ്വീകരിക്കുന്നത് വഴിയും പരിഗണിക്കുന്നത് വഴിയും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കുടുംബത്തിൽ വന്നു ചേരും. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് അവിടുത്തെ ജീവിത ചെലവ് വർദ്ധിക്കുന്നതിനാൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. അനാവശ്യമായുള്ള ആധി ഒഴിവാക്കി യുക്തിപൂർവം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു ദുർഘടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്.
ആശ്രയിച്ചു വരുന്നവർക്ക് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ രേഖാപരമല്ലാത്ത പണമിടപാടുകളിൽ നിന്നും പിന്മാറുകയായിരിക്കുന്നെന്നാവുക. അന്യരുടെ ചിന്തകൾ ശരിയാണെങ്കിൽ പോലും അതിൽ യുക്തിയുക്തമുള്ള സമീപനമല്ലാത്തതിനാൽ അവർക്ക് പല വിധത്തിൽ അബദ്ധങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അവലംബിക്കുവാനും നൽകുവാനും അവസരമുണ്ടായിത്തീരുവാനിടയുണ്ട്. പലപ്പോഴും സമചിത്തതയോടുകൂടിയതായുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള സാധ്യത കാണുന്നു. നിലവിലുള്ള ജോലിയിൽ ഇനിയൊരു സ്ഥാനക്കയറ്റമോ മറ്റൊരു തസ്തിക ലഭിക്കാനോ സാധ്യതകൾ വളരെ കുറവുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. ജോലി ഉപേക്ഷിച്ച് ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് പോകുന്നത് കൊണ്ടും വിരോധമൊന്നുമില്ല. ഇനി സാമ്പത്തികമായിട്ട് ആവശ്യത്തിന് ധനകാര്യ സ്ഥാപനത്തിനെ ആശ്രയിച്ചു കൊണ്ടുപോകുന്നതും ഗുണകരം തന്നെയാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും സ്വീകരിക്കുവാനും യോഗം കാണുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും ജോലിയോടൊപ്പം അനുവർത്തിക്കുന്നത് വഴി 1-2 ദിവസങ്ങളിൽ അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. മാർച്ച് മാസത്തിൽ വിചാരിച്ചിരുന്ന പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ ഏപ്രിൽ മാസത്തിന് അവസരങ്ങൾ വന്നു ചേരുവാൻ അവസരം വന്നു ചേരും. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിവിധമായിട്ടുള്ള മാസങ്ങളിൽ വിളവെടുപ്പ് അനുകൂലമായി തീരുന്നതിനാൽ ഇനി മുതൽ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് പുതിയ കൃഷി രീതികൾ അവലംബിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരും. ഒരുപക്ഷെ ചെലവ് കൂടുതൽ അനുഭവപ്പെടും എങ്കിൽ പോലും അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള സഹായം വന്നു ചേരുവാനും സമാന ചിന്താഗതിയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമാക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. സാമ്പത്തികമായിട്ടുള്ള മേഖല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധ്യതയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിനാൽ കൃതാർത്ഥതയും സമാധാനവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടവരും. ഇനി ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു നിയന്ത്രണം വേണം, ആത്മസംയമനം പാലിക്കണം എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഒരു ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും നിയന്ത്രണത്തോടുകൂടി പുതിയതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും അവസരങ്ങൾ ഉണ്ടായിത്തീരും. ഒരു പക്ഷേ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനിയൊരു വർഷം മാസത്തിൽ ഒരിക്കൽ ഗൃഹത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണമുള്ളൊരു ജോലി സ്ഥലത്ത് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും അതിലൊരു തുടക്കം കുറിക്കുവാൻ ഈ ഏപ്രിൽ മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.